നമ്മൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്ന, അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ അത് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ വളരെ പാവപ്പെട്ട അടിമകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല, റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. മറ്റ് കിട്ടുന്നതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത. സ്വന്തം നഫ്സ് കേൾക്കുന്ന നിലക്ക് നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ ചൊല്ലുന്ന ദിക്റാണത്. അത് മൈക്കിൽ പറയുന്ന ദിക്റല്ല. നിസ്കരിച്ച ഉടനെ നമ്മൾ മാത്രം കേൾക്കുന്ന നിലക്ക് ചൊല്ലുന്ന ദിക്റാണ്. അത് ഖൽബിനൊരു തുമഅനീനത്താണ്. എനിക്ക് റബ്ബ് ഉണ്ട് എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തുന്ന ദിക്റാണ്. എന്ത് പ്രതിസന്ധി വന്നാലും തളരേണ്ടതില്ല, അള്ളാഹ് കണക്കാക്കാത്തതൊന്നും വരൂല എന്ന് നഫ്സിനെ ബോധ്യപ്പെടുത്തുന്ന ദിക്റാണ്. അല്ലാഹു തആല നമുക്ക് അവന്റെ അനുഗ്രഹങ്ങൾ ധാരാളം നൽകുമാറാവട്ടെ. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനമുള്ളവരിലാണ് അള്ളാഹു നമ്മളെ പെടുത്തിയത്. സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനം എന്ന് പറഞ്ഞാൽ മലക്കുകളെക്കാൾ ബഹുമാനമുണ്ട് മനുഷ്യന്. കാരണം സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുന്ന അഫ്ളലുൽ മഖ്ലൂഖ് എന്ന് പറഞ്ഞ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിന്നല്ല, മലക്കല്ല, മനുഷ്യരിൽപ്പെട്ടയാളാണ്. ഇന്നീ ലസ്തു മിസ്ലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെ പോലെയല്ല. ഇന്നീ ലസ്തു കഅഹദിൻ മിൻകും, നിശ്ചയം ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല. ഇന്നീ ലസ്തു കഹൈഅതികും, നിശ്ചയം ഞാൻ നിങ്ങളെ കോലത്തിലല്ല. സാധാരണ മനുഷ്യന്റെ പ്രകൃതിയിലല്ല മുഹമ്മദുർ റസൂലുള്ളാഹ്, സാധാരണക്കാരനല്ല. പക്ഷെ എന്നാലും മനുഷ്യരിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ മനുഷ്യവംശത്തിന് മലക്കുകളെക്കാൾ ബഹുമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ആ മനുഷ്യരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പെടുത്തിയത്. നമുക്ക് എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ? കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ആനയെ സംബന്ധിച്ചിടത്തോളം ഉറുമ്പിന്റെ വലിപ്പമാണ് മനുഷ്യനുള്ളത്. ആനയുടെ തുമ്പിക്കൈ വേണ്ട, അതിന്റെ വാലുകൊണ്ട് ഒരടി കിട്ടിയ മനുഷ്യൻ അടുത്ത പറമ്പ് പോയി പോകും. അത്രേ മനുഷ്യൻ ആഫിയത്തുള്ളൂ. അതേ സമയത്ത് ആനയെ വളരെ നിസ്സാരനായ മനുഷ്യൻ ഒരു വടിക്കഷ്ണം എടുത്തിട്ട് ആനയോട് ആജ്ഞാപിക്കാൻ, ആനയെ കൊണ്ട് മരടിപ്പിക്കാൻ, ആനയെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കാൻ. ആന പേടിച്ചിട്ട്, മനുഷ്യനെ പേടിച്ചിട്ട് പണിയെടുക്കാൻ. സത്യത്തിൽ ആനക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് നമ്മൾ പറയാറില്ലേ? ആനക്ക് ആനയുടെ വലിപ്പം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ആനയുടെ ഗൗരവം ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ സുബ്ഹാനല്ലാഹ് ഒരു സംഗതിയും മനുഷ്യന്റെ നടക്കൂല. ഞാൻ പറഞ്ഞത്, ആനയെ മനുഷ്യൻ പോറ്റുന്നുണ്ട്. സിംഹത്തെയും കടുവയും നെരി പുലി തുടങ്ങിയതിനൊക്കെ മനുഷ്യർ സർക്കസ് കൂടാരങ്ങളിലോ അതുപോലെ മൃഗശാലകളിലോ മനുഷ്യർ കൊണ്ടുവന്നിട്ട് അതിനെയൊക്കെ പണിയെടുപ്പിക്കുന്നുണ്ട്. അതിനെയൊക്കെ മനുഷ്യർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എല്ലാം മനുഷ്യന്റെ കീഴിലാണ്. ലഖദ് കറംനാ ബനി ആദം. മനുഷ്യന് ബഹുമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. നിശ്ചയമായും ഏറ്റവും സുന്ദരമായ രൂപത്തിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ മുൻപിൽ മുഖം കുനിക്കാത്ത, മുട്ടുമടക്കാത്തൊരു ജീവിയുമില്ല. അതിലാണ് മനുഷ്യന്റെ കൂട്ടത്തിലാണ് അല്ലാഹു തആല നമ്മളെ പെടുത്തിയത്. എന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖലീഫയായിട്ടല്ലേ മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞത്. ആ ഖിലാഫത്ത് ലോകത്ത് നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ടവനാണ് മുസ്ലിം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രതിനിധിയായിട്ട് എങ്ങനെയാണ് ഒരാൾ ജീവിക്കേണ്ടത്, ആ ജീവിത പദ്ധതിയുടെ പേരാണ് അൽ ഇസ്ലാം. ആ വിശുദ്ധ ഇസ്ലാമിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരാളുടെ ദുആ പോലും മുൻകടക്കാതെ തികച്ചും ഔദാര്യമായി അല്ലാഹു തആല നമുക്ക് മെമ്പർഷിപ്പ് നൽകിയതാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ആ മുസ്ലിമായ ധാരാളം ഉമ്മത്ത് 1,24,000-ലേറെ വരുന്ന അംബിയാ മുർസലുകൾ കഴിഞ്ഞിട്ടുണ്ട്. ആ കഴിഞ്ഞുപോയ അംബിയാ മുർസലുകളിലൊക്കെ വെച്ചിട്ട്
ഏറ്റവും ബഹുമാനമുള്ള ഉമ്മത്തേതാണ്? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. അവതരിപ്പിക്കപ്പെട്ട ഉമ്മത്തിൽ ഏറ്റവും ഖൈറായ ഉമ്മത്ത് നിങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയ ഉമ്മത്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിത്തൗറാത്തി മൂസാ നഅതുഹു വസിഫാതുഹു വഇൻജീലു ഈസാ ഫിൽ മദഈഹി മുത്നിബൂ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാതെ ഒരു നബിയും അവരുടെ ദഅവത്ത് പൂർത്തിയാക്കിയിട്ടില്ല. കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗറാത്തിലും റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇൻജീലിലും മഹാനരായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സബൂറിലും എന്ന് വേണ്ട ഖുർആൻ ഒഴികെയുള്ള 103 ഗ്രന്ഥങ്ങളിലും നിറഞ്ഞു നിന്നു മദ്ഹു റസൂലില്ലാഹ് വനഅതു ഹബീബില്ലാഹ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണ്. ഖുർആനാണെങ്കിലോ അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണ്. യാസീൻ തങ്ങളുടെ മദ്ഹാണ്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ തങ്ങളുടെ ബഹുമാനമാണ്. യാ അയ്യുഹൽ മുസമ്മിൽ യാ അയ്യുഹൽ മുദ്ദസ്സിർ തങ്ങളുടെ ബഹുമാനമാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനമല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ തങ്ങളുടെ വിശുദ്ധ ഖുർആനിൽ അടക്കമുള്ള എല്ലാ 104 ഗ്രന്ഥത്തിലും മുത്തുനബിന്റെ മദ്ഹാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പൂർവകാല അമ്പിയാക്കൾ ആദം നബി അലൈഹിസ്സലാം അവരുടെ ജനതയായ സമൂഹമായ അവരുടെ മക്കൾക്ക് പേരമക്കൾക്ക് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം പറഞ്ഞു കൊടുക്കുമ്പോൾ ശൈഖുൽ അംബിയാ നൂഹ് നബി, ഖലീലുല്ലാഹി ഇബ്രാഹിം, റബീഹുല്ലാഹി ഇസ്മായിൽ അലൈഹിമസ്സലാം അടക്കമുള്ള എല്ലാ അംബിയാ മുർസലുകളും അവരുടെ അനുയായികൾക്ക് തങ്ങളുടെ ബഹുമാനം പറഞ്ഞു കൊടുത്തിരുന്നു. അത് കേൾക്കുമ്പോൾ ആ ജനതയുടെ ആഗ്രഹമായിരുന്നു, അല്ലാഹ് ഇത്രമാത്രം ബഹുമാനമുള്ള ആഖിറുൻ നബിയായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലൊന്ന് പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ഉമ്മത്തില്ല. അവർക്കാർക്കും ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. ആ ഭാഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നത് നമുക്കാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ തങ്ങളുടെ അനുയായികളാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് ഭാഗ്യം നൽകിയെന്നാ ഞാൻ പറഞ്ഞത്. ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട നമുക്ക് എല്ലാ വിഷയത്തിനും മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ മാറ്റി നിർത്തേണ്ടുന്ന ഒരു ആപൽഘട്ടവും മുഅ്മിനിനില്ല. തങ്ങളെ മാറ്റി നിർത്തേണ്ടുന്ന ഒരു സന്തോഷഘട്ടവും മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ വരാനില്ല. എവിടെയും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മുടെ അഡ്രസ്. സ്വർഗത്തിൽ ഒരു ടീം ഇങ്ങനെ പാറിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ സ്വർഗത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. സ്വർഗത്തിൽ ഒരു ടീം ഇങ്ങനെ പാറിക്കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് നല്ല ചിറകുകളുണ്ട്. ഖസനത്തുൽ ജന്നത്ത് സ്വർഗത്തിന്റെ സെക്യൂരിറ്റിയായ മലക്കുകൾ അവരോട് ചോദിക്കുന്നു, അല്ല നിങ്ങൾ ഹിസാബ് കണ്ടിട്ടില്ലേ? ഹിസാബ് കണ്ടിട്ടില്ലേ? വളരെ ഗൗരവമുള്ള ഘട്ടമാണ്, വിശദീകരിക്കേണ്ടതില്ലല്ലോ. വലിയ പ്രതിസന്ധിയുള്ള ഒരണുമണി തൂക്കം ഖൈർ ചെയ്താൽ അതിന്റെ ഫലം അവന് കിട്ടും. ഒരണുമണി തൂക്കം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാഹു അഫ്വ് കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ തിന്മയും ശിക്ഷയും അവന് ലഭിക്കും. വലിയ ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങൾ ഹിസാബ് കണ്ടിട്ടില്ലേ? ഇവര് പറയും ഞങ്ങൾ ഹിസാബ് കണ്ടിട്ടില്ല. അപ്പൊ അവര് ചോദിക്കുമല്ല, നിങ്ങൾ സിറാത്ത് കണ്ടിട്ടില്ലേ? അതിഗൗരവമുള്ള ജഹന്നമിന്റെ മേലെ ഫിറ്റാക്കിയിരിക്കുന്ന വലിയ അത്ഭുതമുള്ള പാലമാണ് സിറാത്ത്. നമ്മുടെ ഇവിടെ പന്തീരങ്ങാവ് നമ്മുടെ ഈ ഭാഗത്തെല്ലാം ഹൈവേയുടെ വികസനമൊക്കെ നല്ല റാഹത്തിൽ നടക്കുന്നുണ്ട്.
റോഡിലൊക്കെ ഇവിടെ എത്തിയാൽ നല്ല സുഖത്തിൽ അങ്ങ് പോകാം, നല്ല വീതിയുണ്ട്. 2-3 വാഹനത്തിന് നല്ല വേഗതയിൽ പോകാം, തിരിച്ചും പോകാം. സിറാത്ത് എന്ന് പറയുന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള സകല മനുഷ്യരും ജിന്നുകളെല്ലാം പോണ്ട സ്ഥലമായത്. പക്ഷെ നമ്മൾ പണ്ടെന്നെ പഠിച്ചിട്ടുണ്ട്, വാളിനേക്കാൾ മൂർച്ചയുള്ളതും മുടിയേക്കാൾ നേർന്നതും ജഹന്നമിന്റെ മേലെ കൂരിട്ടുള്ള സ്ഥലത്ത് ഫിറ്റാക്കിയതുമാണ്. വേഗത്തിൽ നടന്നു തീർക്കാൻ പറ്റുന്ന ദൂരമല്ല. നല്ല ആരോഗ്യമുള്ള, നടക്കാൻ കപ്പാസിറ്റിയുള്ള, നല്ല പ്രാക്ടീസ് ഉള്ള ഒരൊട്ടകം മരുഭൂമിയിൽ 15,000 വർഷം നടക്കേണ്ട ദൂരമാണ് സിറാത്ത്. 1-2 വർഷമല്ല, 5,000 വർഷം ഇറങ്ങലാണ്, 5,000 വർഷം നേരെ നടക്കലാണ്, 5,000 വർഷം കയറ്റം കയറലാണ്. അള്ളാഹു നമുക്ക് എളുപ്പം ചെയ്യട്ടെ. അത്രയും ഗൗരവമുള്ള ജഹന്നമിന്റെ മേലെ വെക്കപ്പെട്ടിരിക്കുന്ന ഈ സിറാത്ത്, കുറെ ആളുകൾ കാല് മുറിഞ്ഞിട്ട് അതിൽ വീഴാണ്, കുറെ ആളുകൾ പേടിച്ചിട്ട് ചവിട്ടാതിരിക്കുകയാണ്, ചില ആളുകൾ വിറച്ചിട്ട് വീഴാണ്. ഇന്നലദൈന അങ്കാലം വജഹീമ وطعاما ذا غصة وعذابا أليما. കൊളത്തി വലിക്കണ ചങ്ങലയുണ്ട് എന്ന് പറഞ്ഞില്ലേ, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അതിഗൗരവമുള്ള സിറാത്ത്, ഈ സിറാത്തിന്റെ മേലെയാണ് പോകേണ്ടത്. ആ സിറാത്ത് കണ്ടിട്ടുണ്ടോ എന്നാണ് ഇവര് ചോദിക്കുന്നത്. അപ്പൊ ഈ സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന ആളുകൾ പറയണത് ഞങ്ങളതൊന്നും കണ്ടിട്ടില്ല, സിറാത്തും കണ്ടിട്ടില്ല, ഞങ്ങൾ ഹിസാബും കണ്ടിട്ടില്ല. അപ്പൊ ഈ സ്വർഗത്തിലുള്ള ആളുകൾ മലക്കുകൾക്ക് തന്നെ അത്ഭുതം. അവർ ചോദിക്കുന്നല്ല, പിന്നെ നിങ്ങൾ ഇങ്ങനെ എത്രയും വലിയൊരു സ്ഥാനത്തെത്തിയത്, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയ സ്ഥാനത്തെത്തിയത്, നിങ്ങൾ ആരാണ്? അപ്പോഴാണ് ഈ ടീം മറുപടി പറയുന്നത്, നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബദ്നല്ലാഹ സിർറൻ ഫീ ദാരിദ് ദുനിയാ വഅദ്ഖലനല്ലാഹു സിർറൻ ഫീ ദാരിൽ ആഖിറ. ഞങ്ങൾ രഹസ്യമായി അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തിട്ട് അള്ളാഹ് രഹസ്യമായിട്ട് സ്വർഗത്തിലെത്തിച്ചതാണ്. പക്ഷെ അഡ്രസ് എന്താണെന്നറിയോ? നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിന്റെ ആളാണ് എന്നുള്ളതാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെല്ലാവരും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആളാണ് എന്നുള്ള നമ്മുടെ ഏറ്റവും വലിയ പവർ തന്നെ. ഫഖർനാ ബിജാഹിൽ മുസ്തഫ കുല്ല ഉമ്മത്തിൻ അലൈഹിം ലനാജാഹു വമജ്ദും മുളഅഫു. ആരാണ് എന്ന ചോദ്യത്തിന് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല അഡ്രസ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളാണ് എന്ന് പറയലാണ് ഏറ്റവും സന്തോഷം. നമുക്കൊക്കെ അതിന് കഴിയണം. അള്ളാഹു അങ്ങനെ തൗഫീഖ് നൽകട്ടെ. നമുക്കറിയാം, സുഫൈനർ ദുനിയാവ് ആഖിറത്തിൽ മാത്രമല്ല, ദുനിയാവിൽ അങ്ങനെ തന്നെ. സുഫൈനർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോ അതിഗൗരവക്കാരനായ സിംഹം ഗർജിച്ചുകൊണ്ട് മുന്നിലേക്ക് ചാടി, അപകടം മണത്തു. ഏത് സമയത്ത് ആക്രമിക്കപ്പെടൽ ഉറപ്പല്ലേ? ആ സമയത്ത് മഹാനവറുകൾ പറയുന്ന ഒരു വാക്ക്, ഇത്തഖീ അന മൗലാ റസൂലില്ലാഹ്. സൂക്ഷിച്ചോ, ഞാൻ അള്ളാന്റെ റസൂലിന്റെ ആളാണ്. ഇത് പറയുമ്പോഴേക്ക് ومن يكن برسول الله نصرته إن تلقاه اللصد في أجامها تجمي. വലിയ ഗൗരവത്തിൽ വന്ന സിംഹം ബോഡി ഗാർഡായി മാറി. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഉസ്താദേ, നമ്മൾ ഈ ചരിത്രമെല്ലാം കേൾക്കുന്നല്ലാതെ നമ്മളെ ഒരു നായ പോട്ടെ പൂച്ച മുമ്പിൽ ചാടി, ഒരു പൂച്ച ആക്രമിക്കാൻ വരികയാണ്. നമ്മൾ റസൂലുള്ളാഹിന്റെ ആളാന്ന് പറയുമ്പോൾ സിംഹം പോയിട്ട് പൂച്ച വരെ പോകുന്നില്ല, നായ ഓടിക്കാൻ വരികയാണ്. നായനോട് ഞാൻ മുത്തുനബിന്റെ ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നായക്ക് മാറ്റമുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ വിളിക്കുമ്പോഴേക്ക് ഈ കാര്യങ്ങളൊന്നും നടന്നു കിട്ടാത്തത് എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കണം. ഈമാനുള്ളവർ അല്ലാഹു നമ്മുടെ ഈമാൻ ബലപ്പെടുത്തി തരട്ടെ. കണക്ഷൻ റെഡിയില്ല എന്നാണ്.
കണക്ഷൻ റെഡിയില്ല. സുഫൈന റളിയല്ലാഹു അൻഹു വിളിക്കുമ്പോഴേക്ക് റെഡിയാണ് അവിടെ കണക്ഷൻ. അള്ളാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. വേഗം മനസ്സിലാക്കാൻ ഞാൻ പറയാം. ഈ റെക്കമെൻഡ് നടക്കണമെങ്കിൽ പരിചയവും സ്നേഹബന്ധവും വേണം, ഇല്ലെങ്കിൽ റെക്കമെൻഡ് നടക്കൂല. മദീനത്തു സിയമില് എന്റെ നാട്ടുകാരനായ ഒരാൾക്ക് ഒരു സീറ്റ് വേണം. ഒരു ഉദാഹരണം വേഗം പറയാം. നമ്മുടെ സ്ഥാപനത്തെ അള്ളാഹു വളർത്തി തരട്ടെ. ഒരാൾ എന്നോട് പറയാണ്, നിങ്ങൾ ഉസ്താദിനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള മാനേജറെ വിളിച്ചിട്ട് ഇവിടെ ഒരു സീറ്റ് റെഡിയാക്കി തരുമോന്ന്. എനിക്ക് ഉസ്താദിനെ പരിചയമില്ല, ഉസ്താദിന് എന്നെയും പരിചയമില്ല. ഒരു വേഗം മനസ്സിലാക്കാൻ ഉദാഹരണം പറഞ്ഞതാ. ഇവിടെയുള്ള ആൾക്കൊന്നും എന്നെ വലിയ പരിചയമില്ല, പക്ഷെ ആ പറയുന്ന ആൾക്ക് എന്നെ നല്ല അറിയാം. അയാള് പറഞ്ഞു ഞാൻ വലിയ ആളാന്ന് വിചാരിച്ചിട്ട് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാനൊരു കത്ത് കൊടുത്തയച്ചു. അല്ലെങ്കിൽ ഞാൻ അയാളെ മുമ്പ് തന്നെ ഫോൺ ചെയ്യാം, സ്പീക്കർ ഓൺ ആക്കിയിട്ട്, ഉസ്താദേ ഞാൻ ഹംസ മിസ്ബാഹി ഓട്ടപ്പടവാണ്, ബഹുമാൻ എന്റെ അഡ്രസ് എല്ലാം പറഞ്ഞു. ഇങ്ങനെ ഒരു സീറ്റിന് വേണ്ടി വിളിച്ചതാണ്. അപ്പൊ അയാളെ മുമ്പ് തന്നെ ഉസ്താദ് അയാൾ കേൾക്കണുണ്ട്. ഉസ്താദ് ചോദിക്കണം, അല്ലെ ഇവിടുത്തെ മാനേജർ ചോദിക്കണം, ഏത് ഹംസ മിസ്ബാഹി എന്ന്. ഞാൻ ഒന്ന് ചമ്മി, അല്ലാ വലിയ ആളായിട്ട് വിളിച്ചതാ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ ബയാദിനെല്ലാം പോലുണ്ട്, ഇങ്ങനെ എന്റെ സൗണ്ടിന് കുറച്ചൊരു കുറവ് വന്ന്, ആദ്യത്തെ ഇൻട്രസ്റ്റും ഒരു ഉഷാറും ഇല്ല. അതെയോ, ഈ ഭാഗത്തേക്കെല്ലാം വരലുണ്ടോ? രണ്ടാമത്തെ അയാളെ പോലെ ചോദ്യം. ഒന്നും കൂടെ സൗണ്ട് കുറഞ്ഞ് ആകോ എന്ന്, സീറ്റും കിട്ടിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എനിക്ക് ഇവരോട് യാതൊരു കണക്ഷനും ഇല്ല, ഇവർക്ക് എന്നെ പരിചയമില്ല. പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് വിളിച്ചിട്ട് ഞാൻ ഇന്നാളാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കിട്ടൂല. അതേ സമയത്ത് ഞാൻ ഇവിടെ ഉസ്താദിന്റെ ഖിദ്മത്തിന് വന്ന ഒരു സാധു ഖാദിമാണ്. ആ പരിചയം എനിക്കുണ്ട്, ഉസ്താദിന് എന്നെയും അറിയാം. എന്റെ നാട്ടിൽ നിന്ന് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ മദീനത്തു സിഎമ്മിൽ ഒരു സീറ്റ് വാങ്ങി തരുമോ? ഞാൻ ഉടനെ പറഞ്ഞു വാങ്ങിത്തരാം, നോക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. ഉസ്താദിനെ വിളിച്ചു. ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഉസ്താദേ നമ്മുടെ സ്നേഹിതന്റെ കുട്ടിയുണ്ട്, ഒരു സീറ്റ് കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഉസ്താദ് പറയാണ്, നിങ്ങൾ ഏതായാലും നമ്മൾ എടുത്താലും വരുന്ന ഒരു സാധുവല്ലേ, അവിടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറഞ്ഞെങ്ങനെ കൊടുക്കാണ്ടിരിക്കുക, കൊടുക്കാം. ഇതാണ് റെക്കമെൻഡ്, ഇതാണ് റെക്കമെൻഡ്, ഇതാണ് ശഫാഅത്ത്, ശുപാർശ എന്ന് പറയുന്നത്. അത് ഫലിക്കണമെങ്കിൽ രണ്ടു ഭാഗത്തും കണക്ഷൻ നേരെ ഉണ്ടാകണം. സുഫൈന റളിയല്ലാഹു അൻഹു മുത്തുനബിയും തമ്മിൽ നല്ല ബന്ധമാണ്, കണക്ഷനാണ്. അതുകൊണ്ടാണ് പറയുമ്പോഴേക്ക് ഫലിക്കുന്നത്. നമ്മൾ വിളിക്കുമ്പോഴേക്ക് മദീനയിൽ നിന്ന് നമ്മളെ തിരിഞ്ഞു നോക്കാൻ മാത്രം എന്ത് ബന്ധമാണ്, എന്തു ബന്ധമാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളും തമ്മിലുള്ളത്. മഹാനരായ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവർകളെ നല്ല മഹബത്ത് വെച്ചയാൾ. അവര് മുഖേന അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ, രോഗികൾക്ക് മന്ത്രിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ ചെല്ലാൻ പറഞ്ഞാൽ അതൊക്കെ റെഡിയാകുന്നു. അത് കേട്ടിട്ട് നമ്മൾ ഉഷാറാക്കിയിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കൂല. എന്തുകൊണ്ട്? നമ്മൾ ഈ ബാദ് പറഞ്ഞതല്ലാതെ സിയം വലിയുള്ളാന്റെ മാർഗത്തിൽ നമ്മൾ കയറിയിട്ടില്ല. നമ്മൾ ആ റാഹത്തിൽ ആ മഹാനവർകളെ അവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതാൻ നമ്മൾ മെനക്കെടാറില്ല. നമ്മൾ ആളാകാൻ വേണ്ടി മൈക്കിന്റെ മുമ്പ് പറഞ്ഞതാണ്. അപ്പൊ ഈ ശഫാഅത്ത് ഫലിക്കൂല. അതേ സമയത്ത് ആത്മീയമായി ബന്ധമുള്ളവർ പറയുമ്പോൾ സ്വീകരിക്കാതിരിക്കൂല. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്താണ്, റിഫഅത്താണ്. എല്ലാ സ്ഥലങ്ങളിലും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പവറാണ്. ആ പവറുള്ള പേര് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നിലക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിവർത്തിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.